താമരക്കുളം ചത്തിയറ പാലം ഉദ്ഘാടനം ചെയ്തു. 4.30 കോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിച്ചത്. താമരക്കുളം ചത്തിയറ പാലം ഉദ്ഘാടനം ചെയ്തു. 4.30 കോടി രൂപ ചെലവഴിച്ചായിരുന്നു പാലത്തിന്റെ നിർമ്മാണം. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 3.5 കോടി രൂപയും പിന്നീട് എസ്റ്റിമേറ്റ് കുറെ കൂടി കൂട്ടി അത് 4.5 കോടി രൂപയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. വർത്തമാനകാലത്ത് ചില ചർച്ചകൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ ചെയ്തതിൽ ഈ മാവേലിക്കര മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചത്തിയറ പാലം എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക. ചത്തിയറ പാലം മാത്രമല്ല, ഇതിനുശേഷം ഞങ്ങൾ പോകുന്നത് കൽക്കുളത്താൽ പാലത്തേക്കാണ്. 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വള്ളികുന്നം ഈ റോഡ് തന്നെ കണക്ട് ചെയ്ത് നമ്മൾ പോകുന്നത് ഓച്ചിറയിലേക്കാണെങ്കിൽ ആ ഓച്ചിറയിലേക്ക് പോകുന്ന കൽക്കുളത്താൽ പാലവും ഇതേപോലെ കുപ്പിക്കരുത്ത് പോലെയായിരുന്നു. ആ കൽക്കുളത്താൽ പാലവും ഇന്ന് 4.5 കോടി രൂപയിൽ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ഈ റോഡിൽ തന്നെയുള്ള കാഞ്ഞിരത്തുമൂട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ അത് കാമ്പിശ്ശേരിയിലേക്ക് ചെല്ലും. കാമ്പിശ്ശേരിയിലേക്ക് ചെല്ലുന്നിടത്താണ് ദൈവപുരയ്ക്കൽ പാലം. ദൈവപുരയ്ക്കൽ പാലം ഒരു വളവിനായതുകൊണ്ട് സ്വാഭാവികമായും സ്ഥലമേറ്റെടുക്കലാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എപ്പോഴും അദ്ദേഹം പറയാനുള്ളത് വികസനമാണ് എന്നുള്ളതാണ്. നാടിന്റെ വികസനത്തിൽ നാടിനോടൊപ്പമാണ് ഗവൺമെന്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയാറുള്ളത്. ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും ആവശ്യമായിട്ടുള്ള പാലങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജില്ലയിൽ വ്യാപകമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. അനു, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം B. രാജലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MS രോഹിത്, R. അശ്വതി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ S. റീന, ശ്രീജ അഭിലാഷ്, ശ്രീകുമാർ അളകനന്ദ, അംഗങ്ങളായ G. വേണു, B. തുളസിദാസ്, സുധീന അഷ്റഫ്, പ്രസന്നൻ പിള്ള, അഷ്റഫ്, മധുകുമാർ, C. ഉഷ, അശ്വതി ദേവി, രാധിക അനിൽ, CDS ചെയർപേഴ്സൺ ഷാനി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെനി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. പാലം പണിക്കായിട്ട് നമ്മൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, കലാകാലങ്ങളിൽ വന്ന ഭരണസമിതി നിരവധി തവണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പഞ്ചായത്തിന് ഇത്രയും വലിയ പാലം ഉണ്ടാക്കാൻ നമുക്ക് ആസ്തിയില്ല. അപ്പം നമ്മൾ തീർച്ചയായും MLA ഫണ്ട് ആയിരിക്കും ആശ്രയിക്കുന്നത്. അങ്ങനെ കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ബഹുമാന്യനായ നമ്മുടെ MLA അരുൺകുമാർ അവറുകൾ MLA ആയിരുന്ന കാലത്താണ് നമുക്ക് 2021 ഈ പാലം നമുക്ക് പണി ആരംഭിച്ചത്. അല്ലെങ്കിൽ അന്നാണ് നമുക്ക് ഏറെ 2 വർഷക്കാലം നമുക്ക് അതിയായ യാത്രാക്ലേശമായിരുന്നു. നമ്മൾ ഇപ്പം നമ്മുടെ ബഹുമാന്യ MLA പറഞ്ഞതുപോലെ നമ്മളിവിടെ ചെറിയൊരു പാലത്തിൽ കൂടെ എല്ലാവരും ആ പാലം കയറുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഈ പാലം സ്കൂട്ടറിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളായിരുന്നു, താൽക്കാലിക പാലം. അപ്പം നമ്മൾ വേഗം ഇത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.